ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവിയുടെ പേര് രക്തം എന്നാണ്. തമിഴ് മൂവിയാണ്. തമിഴ് കൂടെ തെലുങ്കിലും ഒരേ ടൈം റിലീസ് ചെയ്യുന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. വിശാലാണ് ഇതിൻ്റെ ടൈറ്റിലുള്ള വരുന്ന രക്തം എന്ന് പറയുന്ന കഥാപാത്രമായി ചെയ്യുന്നത്. വിശാലിനെ കൂടാതെ പ്രിയ ഭവാനി ശങ്കർ, സമുദ്രകനി, യോഗി ബാബു തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുണ്ട്. തിരക്കഥ ഡയറക്ഷൻ ഹരിയാണ് ചെയ്തിട്ടുള്ളത്. ഹരിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹരി ഒരു മികച്ച ഡയറക്ടർ തന്നെയാണ്. കാരണം അദ്ദേഹം നമുക്ക് സിംഗം, അതുപോലെ സാമി, അതുപോലെ പൂജ തുടങ്ങിയ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച വ്യക്തി തന്നെയാണ് സമീപകാലത്തൊക്കെ ആയിട്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പഴയ ആക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് റിപ്പീറ്റ് അടിച്ച് കാണുന്ന പ്രശ്നം അടുപ്പായി തുടങ്ങി. കാരണം ഒരു പുതുമയില്ല, കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കുത്തിനിറുക്കിയിട്ട്. അപ്പോൾ എല്ലാത്തിനും മാറ്റം ഉണ്ടാവാൻ ഈ രക്തം എന്ന് പറഞ്ഞ മൂവിക്ക് സാധിച്ചോ ഇല്ലെന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ആമസോൺ പ്രൈമിൽ ഇത് 2 ലാംഗ്വേജിൽ ലഭ്യമാണ്, തെലുങ്കും തമിഴും. അപ്പോൾ ഞാൻ തമിഴാണ് കണ്ടത്. അതിന് ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ അടുത്താണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് സ്റ്റോറി ആരംഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിലെ തിരിച്ച് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് തുടക്കത്തിൽ സ്റ്റോറി ആരംഭിക്കുന്നത്. ഒരു ബസ് വരുന്നു, ബസ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്തിട്ട് അവിടുത്തെ അതിലുള്ള കുറേ ആൾക്കാരെ കൊല്ലുന്നു, അവരുടെ സ്വർണ്ണം കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു. പിന്നീട് ആ ഭാഗം എത്തുമ്പോൾ, അതായത് ആന്ധ്ര തമിഴ്നാട് പോലുള്ള സ്ഥലത്ത് എത്തുമ്പോൾ സ്ഥിരമായിട്ട് ഈ മോഷണ ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതന്വേഷിക്കാൻ വേറെ പോലീസുകാരൻ വരുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നു. പിന്നീട് അവിടുന്ന് തിരിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകുന്ന സമയത്ത് പല ഭാഗത്തൊക്കെ ആയിട്ട് ഒരാളെ കൈ കാലുകളൊക്കെ കിട്ടുന്നു. പിന്നീട് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നായകൻ എന്ന് പറയുന്ന കഥാപാത്രം രക്തം എന്നാണ് വിശാലിൻ്റെ നെയിമായിട്ട് വന്നിട്ടുള്ളത്. ആളല്ലാതെ ചെറിയ കൊട്ടേഷൻ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് പുതിയൊരു പെൺകുട്ടി കടന്നു വരുന്നു. അപ്പോൾ ആ കഥാപാത്രം കടന്നു വരുന്നതോട് കൂടിയിട്ട് നായകയുടെ പ്രശ്നത്തിലേക്ക് നായകൻ ഇടപെടുന്നു. പിന്നീടൊക്കെ തിരിച്ചറിയുന്നു അത് നായകൻ്റെയും കൂടി പ്രശ്നമാണ്, അല്ലെങ്കിൽ നായകൻ്റെയാണ് യഥാർത്ഥ ശത്രുവെന്ന് തിരിച്ചറിയുന്നു. അതൊക്കെയാണ് പടത്തിൻ്റെ എൻഡിങ്ങൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് പറയുന്നത് തുടക്കത്തിലുള്ള കുറച്ചൊരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. കാരണം ഈ സ്റ്റോറി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കൊലപാതക ശ്രമവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ അതിനായിട്ടും സ്ഥിരമായിട്ട് ഡിഫറൻറ്റ് മൈക്കും കാര്യങ്ങളൊക്കെ ആയാലും മാറ്റമുണ്ടല്ലോ എന്ന്. അപ്പോൾ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയയിലേക്ക് തന്നെയാണ് വന്നു പോയിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ BGM ആയിരുന്നു. BGM അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു BGM തന്നെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫൈറ്റ് തുടക്കത്തിൽ ഫൈറ്റ് സീനുണ്ട്. ഒരു വില്ലൻ്റെ അടുത്തേക്ക് പോയിട്ടൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ആന്ധ്ര സംസാരിക്കുന്ന വില്ലനായിട്ട്, ഒരു കൗൺസിലറിനായിട്ട് വിശാലിൻ്റെ. അത് കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ഫൈറ്റ്സ് എല്ലാം കൊള്ളാമായിരുന്നു. നമുക്കറിയാം വിശാൽ എന്ന് പറയുന്ന നടൻ ഫൈറ്റ് ചെയ്ത കാര്യത്തിൽ യാതൊരു മടിയില്ലാത്ത വ്യക്തിയാണ്. നമുക്ക് മലയാളത്തിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ പോലെ തന്നെ വിശാൽ ഗംഭീരമായി തന്നെ ഫൈറ്റ് സീൻസൊക്കെ ചെയ്യും, അത് യാതൊരു സംശയമില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കി കഴിഞ്ഞിരുന്നു. മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പാട്ടുകളായിരുന്നു. കാരണം പാട്ടുകളെല്ലാം നല്ല പാട്ടുകൾ തന്നെയാണ്. കാരണം പടം കണ്ടപ്പോഴാണ് ഇതിൻ്റെ പാട്ടൊക്കെ കിട്ടത്. അതുകൊണ്ട് ഒരു ഫ്രഷ് മൈൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ റിപ്പീറ്റ് പേരുള്ള പാട്ടുകൾ തന്നെയായിരുന്നു. അത് മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ നെഗറ്റീവിലോട്ട് കിടക്കുമ്പോൾ ആ ഭാഗത്തും ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ട് വരുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏറ്റവും നെഗറ്റീവ് ഡ്യൂറേഷൻ ആയിരുന്നു. കാരണം ആ ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ കിട്ടിയൊരു പഞ്ചുണ്ട്. ആ പഞ്ചും ആ ഒരു കിക്കൊന്നും പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കിട്ടുന്നില്ല. ഒരു പവറില്ല, എവിടേക്ക് പവർ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും വലിയ വില്ലനടിക്കുന്ന ഡ്യൂറേഷൻ തന്നെയായിരുന്നു. കാരണം ഭയങ്കര ബോറടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയത് പല ഭാഗങ്ങളും. കാരണം ഇതിൻ്റെ നായക നടന്നു വരുന്ന ഭാഗം തന്നെ ഭയങ്കര സ്ലോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കി ഇമോഷൻ സീൻസൊക്കെ സ്ഥിരം പടത്തിലെ പോലെ തന്നെ ട്വിസ്റ്റും കാര്യങ്ങളും കുറേ ക്രിഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഇമോഷൻസ് നായകന് പ്രണയം തോന്നുന്നു, നായകൻ അത് സമ്മതിക്കുന്നില്ല, എന്താ കാരണം വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു പാട്ടുകളെല്ലാം സപ്പോർട്ടിങ് പാട്ടാണെങ്കിൽ പോലും പക്ഷെ എന്താ പറയുക, നമ്മൾ സ്ഥിരം റിപ്പീറ്റ് അടിച്ചിട്ടുള്ള കണ്ടും മറന്നിട്ടുള്ള അതേ പ്രണയകഥയൊക്കെ അതുകൊണ്ട് തന്നെയാണ് ബോറടിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറേ വില്ലന്മാരുടെ അടുത്ത് പോയിട്ട് കുറേ ഡയലോഗ് പറയുന്ന പരിപാടി ഇങ്ങനെ നടക്കുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെ അവർക്ക് തന്നെ ഒരു പിടുത്തം വലുത് അങ്ങനെ തീർക്കുന്നു. കാരണം നമുക്ക് തന്നെ തോന്നിപ്പോൾ ഇത് തീരുന്നില്ല എന്ന്. കാരണം കുറേ ഫൈറ്റ് സീനൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ എവിടെയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല തന്നെയാണ് ഏറ്റവും വലിയ പോരാൻ വേണ്ടിക്ക് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവായിട്ടും സ്ഥിരം പരിപാടി തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള സ്ഥലപ്രശ്നം കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. പണ്ടത്തെ ഒരു കൊലപാതകം, പിന്നീട് ഫാമിലി പ്രശ്നം കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. പിന്നെ നായകൻ ഇമോഷണലായിട്ട് കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇതിലിങ്ങനെ നമ്മുടെ നായകൻ എപ്പോഴും ഒറ്റയ്ക്കാണ്, കുറേ വില്ലന്മാരും നേരിടുന്നുണ്ട്. ലാസ്റ്റ് ഇതിലൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ നെൽക്കതിര് കട്ട് ചെയ്യണ പോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ തല കൈ പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ പടം അവസാനിക്കുന്നു. അങ്ങനെ അതൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും എന്താ പറയുക, ഒരു മാറ്റം ഇല്ലാത്ത ഒരു പാതിലൂടെ തന്നെയാണ് തമിഴ് ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ യാതൊരു വിധത്തിലും വ്യത്യാസം ഉണ്ടാകാൻ സാധിച്ചില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ആ വ്യത്യാസം തോന്നിപ്പിക്കാൻ സാധിച്ചെന്നല്ലാതെ പിന്നീട് അതിൻ്റെ അപ്പുറത്തോട്ട് കടന്നപ്പോൾ യാതൊരു വിധത്തിലും ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ബിലോ എവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് രക്തത്തിന് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ സമയം കളയാൻ താല്പര്യമുള്ള എന്തെങ്കിലും രക്തം എന്ന ചിത്രം ഒന്ന് കണ്ടു നോക്കുക. കാണാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ അഥവാ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പുറത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും പുതിയ ഉടനെ കാത്തിരിക്കുക. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.